മാർവൽ സ്റ്റുഡിയോസിന്റെ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന സിനിമയുടെ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് റിയൽമി ഒരു പുതുതായി ഇപ്പോൾ റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോണിനെ ഒരു സ്പെഷ്യൽ എഡിഷനായി പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി GT Neo 3, അതും 150 വാട്ട്, ലോകത്ത് തന്നെ ഏറ്റവും ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി GT Neo 3യുടെ ഈ പറഞ്ഞ തോർ ലവ് ആൻഡ് തണ്ടർ സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോൺ ബോക്സ്, ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റിയൽമി GT Neo 3 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു. 150 വാട്ട് അൾട്രാ ഡാർട്ട് ചാർജർ, അതുപോലെ ഡയമണ്ട്സിറ്റി 8100 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 8100 5G എന്ന പ്രോസറുമായിട്ട് വന്ന സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത ഈ ഒരു ഫോണിനുണ്ടായിരുന്നു. അതുപോലെ ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ പ്രോസസ്സർ ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന പോലെ ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ഗ്രാഫിക്സ് കാർഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രോസസ്സർ, ഡെഡിക്കേറ്റഡ് പ്രോസസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. സോണിയുടെ IMX 766 എന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു തോർ എഡിഷൻ നമുക്ക് അതിൻ്റെ ആ ഒരു തീം നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്തൊക്കെ തന്നെ കാണാം. സാധാരണ റിയൽമി സ്മാർട്ട് ഫോണുകളുടെ ബോക്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ബോക്സിലാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോൺ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ അടുത്തിടെ തന്നെ റിയൽമിയുടെ നറൂട്ടോ എഡിഷൻ എന്ന് പറയുന്ന ഇതേ സ്മാർട്ട് ഫോൺ GT Neo 3യുടെ സ്പെഷ്യൽ എഡിഷൻ ആയിരുന്ന നറൂട്ടോ എഡിഷൻ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. അത് നല്ല ഒരു റീച്ചാണ് നമ്മുടെ ചാനലിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു തോർ എഡിഷൻ അല്ലെങ്കിൽ തോർ ലവ് ആൻഡ് തണ്ടർ എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ ഫോണും നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അതുകൊണ്ട് തന്നെയാണ് റിയൽമി ഇപ്പോൾ അയച്ചു തന്നത്. പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഫോണിനകത്ത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ ബോക്സിനകത്ത് ആ ഒരു സ്പെഷ്യൽ തീമിനകത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയും. എന്തായാലും അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇതുപോലെ സ്റ്റിക്കറുണ്ട്. അന്ന് നമുക്ക് നറൂട്ടോ എഡിഷൻ വന്നപ്പം അത് ആക്ച്വലി ആ ഒരു അൺബോക്സ് ചെയ്തൊരു ബോക്സ് ആയിരുന്നു നമുക്ക് അയച്ചത്. പക്ഷേ ഇവിടെ ഈ തോർ എഡിഷനിലേക്ക് മാറിയപ്പോൾ നമുക്കത് ഫ്രഷ് പാക്ക് തന്നെയാണ് അയച്ചത്. കാരണം ഈ പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ ഫോണൊക്കെ യൂട്യൂബേഴ്സിന് റിവ്യൂ ചെയ്യാൻ കൊടുക്കാൻ പോലും വളരെ കുറച്ച് പീസസ് മാത്രമേ കാണാറുള്ളൂ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഈ ഒരു ബോക്സിൻ്റെ ബാക്കിൽ തന്നെ നോക്കി, അതിനകത്ത് ആ ഒരു മാർവൽ സ്റ്റുഡിയോസ് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് എഴുതിയ അതിൻ്റെ ഒരു തീം ഇതുപോലെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൻ്റെ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് പോലും ഞെട്ടിച്ചുകൊണ്ട് വരുന്നു. അതുപോലെ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ഈ സിം ഇജക്ടർ പിൻ കണ്ടോ, അത് തന്നെ വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു സിം ഇജക്ടർ പിന്നിന് പോലും പ്രത്യേകതയുണ്ട്. നോക്കിയേ, ഈ ഒരു തോറിൻ്റെ വെപ്പണായിട്ടുള്ള സ്റ്റോം ബ്രേക്കറാണ് ഇതിനകത്ത്, ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു സിം ഇജക്ടർ പിൻ നൽകിയിരിക്കുന്നത്. ഇനി ഈ ബോക്സിനകത്ത് വേറെ ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ഫോണിനെ സ്പെഷ്യലാക്കുന്ന 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഒരു എന്താ പറയുന്നത്, ഒരു ലാപ്ടോപ്പിൻ്റെയൊക്കെ ചാർജറിൻ്റെ വലിയ ചാർജറിൻ്റെയൊക്കെ സൈസും വെയിറ്റും ഉണ്ട്. അവിടെയും കൊണ്ട് തീരുന്നില്ല, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇതിലേക്ക് വരാം. അതിനു മുമ്പ് കണ്ട കാര്യം ആദ്യം വരട്ടെ. ഇതുണ്ടല്ലേ, തോർ ലവ് ആൻഡ് തണ്ടറിൻ്റെ ആ ഒരു സ്പെഷ്യൽ തീമിലുള്ള കുറേ സ്പെഷ്യൽ കാർഡുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഇൻവൈറ്റ് ബോക്സ് ഒന്നും അല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ വാങ്ങുന്നവർക്കെല്ലാം ഇത് കിട്ടും. മാത്രമല്ല, അപ്പോൾ ഇത് തോറിൻ്റെ മറ്റൊരു വെപ്പണായിട്ടുള്ള ജോൽനിർ എന്ന് പറയുന്ന സാധനം. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. നെറ്റിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിതിൻ്റെ പേര് ഇവിടെ പറയുന്നത്. എനിവേ, അതാണ്. അപ്പോൾ കഴിഞ്ഞ നറൂട്ടോ എഡിഷൻ ഫോണിൻ്റെ വീഡിയോ ചെയ്തപ്പം അതിൻ്റെ ബാക്കിൽ, നറൂട്ടോയുടെ ബാക്കിൽ വരുന്നൊരു ബാഗ് പോലത്തെ സാധനമാണ്. ഞാൻ അതിനെ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് തെറിവിളി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. എനിക്ക് സത്യം പറയില്ല, ഞാനിത് ഈ മൂവിയൊന്നും ഞാൻ കണ്ടില്ല. എനിവേ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു ബോക്സിനകത്തുണ്ട്. ഇനി ഒരു പേപ്പർ ബോക്സ് ഇവിടെ ഉണ്ട്, അതിലേക്കൂടെ പോവാം. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഒരു പിടി സ്റ്റിക്കർ. ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട് അല്ലേ, ഇത്രയും സ്റ്റിക്കറുകളുണ്ട്. പിന്നെ ഒബ്വിയസ്ലി യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് കേസും ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള പോലെ ഒരു അല്പം ഒരു ഗ്രേ ടോണിലുള്ളൊരു ബാക്ക് കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ബോക്സിനകത്ത്. പിന്നെ ഫോൺ നമ്മളൊക്കെ കണ്ടതാണ്. ഫോണിന് ഇനി എന്തെങ്കിലും തീമിനകത്ത് വ്യത്യാസം ഉണ്ടോ എന്ന് കൂടെ ഒന്ന് നോക്കട്ടെ. ഇല്ല, ഫോൺ പഴയ റിയൽമി GT Neo 3 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. റിയൽമി GT Neo 3ൽ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ ഈ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സെയിം ഫോൺ, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് നമ്മൾ പറയത്തില്ലേ, സെയിം സംഭവമാണിത്. ഫോണിനകത്ത് മാറ്റമില്ല. ആ സെയിം ഫോൺ പുതിയ ഒരു തീമിൽ, അതായത് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ തീമിൽ പുറത്തിറക്കി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. റിയൽമി GT Neo 3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ
പിന്നെ നറൂട്ടോ എഡിഷനിലേക്ക് വന്നപ്പോൾ ആക്ച്വലി ഫോണിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നിരുന്നു. പക്ഷേ ഇവിടെ ഫോണിൻ്റെ കളറിനൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. GT Neo 3യിൽ കണ്ട ആ ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണിത്. അപ്പോൾ ഫോണിൻ്റെ കളറിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. ഈ ബോക്സിൽ മാത്രമാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഇനി എന്താണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ഫോൺ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പല തീമുകളിൽ പുറത്തിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർവൽ ആരാധകരെയും റിയൽമി ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റിയൽമി ഇത്തരത്തിൽ ഒരു വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ സ്പെഷ്യൽ എഡിഷൻ ഫോണുകൾ പുറത്തിറക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പെർഫോമൻസ്, ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പെർഫോമൻസും സ്പീഡും പവറും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മോഡലാണ് റിയൽമിയുടെ GT Neo 3. ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അതായത് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് MediaTekന്റെ 8100 എന്ന 5G പ്രോസറുമായിട്ട് വന്ന ഫോൺ എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ പ്രോസസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഒരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് ചേംബർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ സോണി IMX766 എന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമ്മൾ കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ റിയൽമി GT Neo 3 ജയരാജ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മളുടെ തന്നെ വീഡിയോ കാണാൻ സാധിക്കും. എന്തെന്നാലും ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ബോക്സ് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ളത് മാത്രമായിരുന്നു ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.